ഹായ് ഫ്രണ്ട്സ്, ഫെദേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് KL ടവറിലേക്കാണ്. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ തരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഫെദേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഗ്രാബിലാണ് KL സെൻട്രലിൽ നിന്ന് ഇവിടെ എത്തിയത്. ഏകദേശം 10 റിംഗറ്റായി. നമുക്കിവിടെ LRT അവൈലബിൾ ആണ്. LRT വരണമെങ്കിൽ ദാങ്കുവാങ്ങി എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ഏകദേശം 15 മിനിറ്റ് ഇങ്ങോട്ട് നടക്കണം. അല്ലെങ്കിൽ മോണോറയിലാണെങ്കിൽ ബുക്കിറ്റ് നാനാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങിയതിന് ശേഷം 10 മിനിറ്റ് നടക്കണം. ഞങ്ങൾ എളുപ്പമായതുകൊണ്ട് ഗ്രാബിലൂടെ വന്നു. KL ടവറിൻ്റെ എൻട്രൻസിൻ്റെ വലത് ഭാഗത്തായിട്ട് നമുക്ക് അപ്സൈഡ് ഹൗസ് ഡൗൺ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാൻ സാധിക്കും. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തലതിരിഞ്ഞ് നിൽക്കുന്ന ഒരു വീട് അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ എൻട്രി ഫീസ് ശരിക്കും ഒരാൾക്ക് 24 റിംഗറ്റാണ്. പക്ഷേ നമ്മൾ മലേഷ്യയിൽ വർക്ക് പെർമിറ്റ് ഉള്ളവരാണെങ്കിൽ ഒരാൾക്ക് 19 റിംഗറ്റാണ് അവിടുത്തെ ചാർജ്. അപ്സൈഡ് ഡൗൺ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മളൊരു വീട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ലെവലിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഈ വീടിനുള്ളിൽ റൂഫിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോട്ടോയോ ഒരു വീഡിയോ എടുത്തതിന് ശേഷം അതിനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റൂഫിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പോലെ കാണാൻ സാധിക്കത്തുള്ളൂ. അത് ശരിക്കും ഒരു നല്ല ഒരു ഐഡിയയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മലേഷ്യയിലെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിമാൻഡ്സ് ഹൈ ആയപ്പോൾ മാർച്ച് 1, 1995 KL ടവറിൻ്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. ഒക്ടോബർ 1, 1996 KL ടവർ ഇനോഗ്രേറ്റ് ചെയ്തത്. ലോകത്തിൽ തന്നെ 7ാമത്തെ സ്റ്റാൻഡ് അലോൺ ടവറാണ് KL ടവർ. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 421 മീറ്ററാണ്. അതായത് 1781 ഫീറ്റ് ഫ്രം ഗ്രൗണ്ട് ലെവൽ. ആദ്യം ഇവിടെ നിന്ന് താഴെ ഒരു ലിഫ്റ്റ് കയറി ഒരു പൊസിഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പലതരം ഡെക്കുകൾ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഡെക്ക് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ഡെക്കാണ്. അവിടെ ശരിക്കും ഗ്ലാസ് കവേർഡ് ആയിട്ടുള്ള ഡെക്കാണ്. അവിടെ നമുക്ക് ഫ്രീ ആണ്. അതായത് ഈ ടൂറിസം കോവിഡിൻ്റെ സിറ്റുവേഷൻ കഴിഞ്ഞതിന് ശേഷം മലേഷ്യ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയായിട്ട് ഈ ഒരു മാസം ജൂലൈ 1 തൊട്ട് 31 വരെ ഒബ്സർവേഷൻ ഡെക്ക് ഫ്രീ ആണ്. പക്ഷേ എല്ലാവർക്കും എപ്പോഴും പോകാൻ പറ്റത്തില്ല. ഒരു ദിവസം ഒരു ഇത്ര പേർക്ക് മാത്രമേ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ മലേഷ്യയിലായാലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒബ്സർവേഷൻ ഡെക്ക് ഫ്രീ ആയിട്ട് കാണാനുള്ള അവസരമുണ്ട്. അതിനുശേഷം മുകളിലേക്ക് പോകുമ്പം നമുക്ക് ഒരു 360 ഡിഗ്രി അറ്റ്മോസ്ഫിയറിക് റെസ്റ്റോറൻറ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ മുകളിലേക്ക് പോകുമ്പം
ഒരു ബാങ്കറ്റ് ഹാൾ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ എക്സ്പെൻസീവായിട്ടുള്ള ഒരു ബാങ്കറ്റ് ഹാൾ അവിടെ ഉണ്ട്. അതിനുശേഷം ടെലികമ്മ്യൂണിക്കേഷൻ്റെ ബേസ് സ്റ്റേഷനുണ്ട്. അതിൻ്റെ മുകളിലാണ് സ്കൈ ഡെക്ക് ഉള്ളത്. സ്കൈ ഡെക്കും സ്കൈ ബോക്സും ഉള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് സ്കൈ ഡെക്കിലേക്കും സ്കൈ ബോക്സിലേക്കുമാണ്. KL ടവറിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് സ്കൈ ഡെക്കിലേക്ക് പോകുന്ന ഏത് ബാച്ചിലാണ് സ്ലോട്ട്സ് അവൈലബിൾ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും. സ്ലോട്ട് ബുക്ക് ചെയ്തതിന് പേയ്മെൻറ്റ് നൽകേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ആർട്ടിഫിഷ്യലി സെറ്റ് ചെയ്തിട്ടുള്ള ലോൺ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനും ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പിന്നെ ടിക്കറ്റ് എടുത്തതിന് ശേഷം മുകളിലേക്ക് പോകുന്നത്. സോ ഇവിടെ കാണാൻ മാത്രമല്ല, ഇവിടെ ചില ചലഞ്ചുകൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. 1998 മുതൽ ഇവിടെ KL ടവർ ഇൻ്റർനാഷണൽ ടവറത്തോൺ ചാലഞ്ച് എന്ന് പറയുന്ന ഒരു മത്സരം എല്ലാ വർഷവും നടക്കും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ മാരത്തോണിൽ പങ്കെടുക്കുന്ന ഏറെ ആളുകൾ ഇവിടെ വരും. അവരതിനുശേഷം ഈ ടവറിൻ്റെ സ്റ്റെപ്സ്, അതായത് 2058 സ്റ്റെപ്സ് അവർ നടന്നു കയറണം. അല്ലെങ്കിൽ ഓടി കയറിയതിന് ശേഷം THCO3, അതായത് ബാങ്കറ്റ് ഹാൾ, ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്കറ്റ് ഹാളിൻ്റെ പൊസിഷനിൽ ആദ്യം എത്തുന്നവർക്ക് പ്രൈസ് ഉണ്ട്. അതുമാത്രമല്ല 1999 മുതൽ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇവൻ്റ് ഇവിടെ നടക്കുന്നുണ്ട്. സ്കൈ ഡെക്കിൻ്റെ മേളിൽ, അതായത് KL ടവറിൻ്റെ മേളിൽ നിന്നും ഫ്രീ ജമ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അവിടെയും എല്ലാ വർഷവും ഒരുപാട് ആൾക്കാർ വന്ന് ഫ്രീ ജമ്പ് ചെയ്യുന്ന ഇവിടെ പതിവാണ്. നമുക്ക് സ്കൈ ഡെക്കിലേക്ക് പോകുന്ന ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും നോർമലി പോകാൻ ഒരാൾക്ക് 72 റിങ്കറ്റാണ് ചാർജ്. പക്ഷേ ഇപ്പം ടൂറിസത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ജോബ് വിസ ഉള്ള എല്ലാവർക്കും ഹാഫ് റേറ്റിലാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം 2 ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ഒരു ടിക്കറ്റിന് 36 റിങ്കറ്റാണ് ചാർജ് ആയത്. അപ്പോൾ നമുക്കിനി വെളുത്ത കാഴ്ചകൾ കാണാം.
അങ്ങനെ ഞങ്ങൾ സ്കൈ ഡെക്കിൻ്റെ മേളിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. എൻറ്റയർ മലേഷ്യ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഏകദേശം ഒരാൾക്ക് 45 മിനിറ്റാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്രോണസ് ട്വിൻ ടവറും ടൈം സ്ക്വയറും ലോയഡ് പ്ലാസ എല്ലാം വളരെ കുഞ്ഞ് ബിൽഡിംഗ് ആയിട്ട് കാണാൻ സാധിക്കും. ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയറാണ്. നല്ല കാറ്റ് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ സംസാരിക്കുന്നത് എത്രത്തോളം ക്ലിയർ ആണെന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. അമേസിങ് വ്യൂ ആണ്. ഇവിടെ വരുന്നവരാരും ഇവിടെ വരാതിരിക്കരുതെന്ന് പ്രത്യേകം ഓർമ്മിച്ചുകൊള്ളുന്നു. പിന്നെ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. മഴയുണ്ടെങ്കിൽ ഇവിടേക്ക് ആരെയും അലോ ചെയ്യത്തില്ല. കാരണം ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. ഇവിടെ സ്ലിപ്പ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം സെക്യൂരിറ്റിയെ കൺസേൺ ആയതുകൊണ്ട് മാത്രം മലേഷ്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് മഴയുണ്ടെങ്കിൽ സ്കൈ ഡെക്കിലേക്ക് അലോ ചെയ്യത്തില്ല. അപ്പം വരുന്നവർ പ്രത്യേകം ക്ലൈമറ്റ് കണ്ടീഷനോട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഇവിടെ വരാവുള്ളതെന്ന് ഓർമ്മിപ്പിച്ചോളുന്നു. അടിപൊളി വ്യൂ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോ വർഷം നടക്കുന്ന ഇവിടുത്തെ ഓരോ ഇവൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ബേസ് ജമ്പും KL ടവറത്തോണും അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടുത്തെ വാൾസിൽ പെയിൻറ്റിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഡെക്കിന് ചുറ്റും, അതായത് റൗണ്ടായിട്ടുള്ള ചുറ്റും നമുക്ക് നിരവധിയായിട്ടുള്ള പെയിൻറ്റിങ്സുകൾ കാണാൻ സാധിക്കും. അതും വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ. മറ്റൊരു ആകർഷണം ഇവിടുത്തെ സ്കൈ ബോക്സ് ആണ്. ഒരാൾക്ക് ഏകദേശം 1 മിനിറ്റ് 40 സെക്കൻഡ് മാത്രമേ സ്കൈ ബോക്സിൽ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും സമ്മതിക്കത്തുള്ളൂ. ഷൂസ് ഇവിടെ അലൗഡ് അല്ല. അപ്പോൾ നമ്മളിവിടെ സ്കൈ ബോക്സിലാണുള്ളത്. ഇപ്പം ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ TH05 സ്കൈ ഡെക്കിൻ്റെ അതേ ഫ്ലോറിൽ നിന്നും എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ കൂടെ നോക്കിയാൽ അമേസ് വ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ താഴെ നമുക്ക് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ പേടി. സ്കൈ ബോക്സിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ അവിടുത്തെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ പല ഫോട്ടോകൾ എടുക്കും. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൈലബിൾ ആണ്, പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആണ്. നമുക്കിവിടെ വന്ന് നമ്മുടെ ഫോട്ടോസ് കണ്ടതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പുറത്ത് നല്ല ചൂടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾ തരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ടിൽ ദെൻ, ദിസ് ഇസ് ഷിൻഡോ, ടുഗദർ വിത്ത് കിഷോർ, സൈനിങ് ഓഫ്.